ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് വിട്ട് കളഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വന്നേക്കാണ്. പള്ളിയിൽ പോയി വന്നത് ആ ലൂക്ക് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ വീട് നോക്കുന്ന കാര്യം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് വീട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻക്വയറീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. മെയിനായിട്ട് ഗേൾസിനാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പുള്ളിക്കാരി എനിക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് വീടുണ്ട്, അവർ പോയി കണ്ടിട്ട് എനിക്ക് വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോട്ടോയും വീഡിയോയും കണ്ടതിന് ശേഷമാണ് വീട് പോയി നോക്കിയിരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചിനെയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറേ കിടന്ന് അലയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. അപ്പം അങ്ങനെ ഈ ഒരു വീട് ഈ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഇവരിങ്ങനെ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ലോക്കിക്ക് വേണ്ടിയിട്ട്, നീ നാളെ അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നമ്പർ ഇവർക്ക് കൊടുത്ത സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ എൻ്റെ പെർമിഷനില്ലാണ്ട് ആർക്കും കൊടുക്കരുത്. അങ്ങനെ ഈ ഗിഫ്റ്റ് മേടിച്ച് വെച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എൻ്റെ നമ്പർ വേറെ ആർക്കും കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ഇട്ടു. അതായത് ഇന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് എൻ്റെ നമ്പർ വേറെ ആർക്കും ഫോർവേഡ് ചെയ്യരുത് വിത്തൗട്ട് മൈ പെർമിഷൻ എന്നുള്ളത് ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ഈ ചേച്ചിക്കാണെങ്കിലും എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് അവസാനമാണ്, വീടിൻ്റെ ഏകദേശം ആയ സമയത്താണ് ഞാൻ നമ്പർ കൊടുക്കുന്നത്. അതുവരെ ഇൻസ്റ്റയിൽ മാത്രമായിരുന്നു ചാറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോലും ഞാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗിഫ്റ്റ് മേടിച്ച് വെച്ച പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഇന്ന വിഷയം കൊണ്ടാണ് എൻ്റെ നമ്പർ ഫോർവേഡ് ചെയ്യരുതെന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണമെങ്കിൽ ഞാൻ വരുമ്പോൾ വിളിക്കാം, നിങ്ങൾ കൊണ്ടുവന്ന് തന്നേക്ക്, കാരണം നിങ്ങൾ മേടിച്ച് വെച്ചതല്ലേ, എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്നാണോ. അപ്പോൾ അങ്ങനെ ഇതാക്കി വിട്ട സമയത്ത് ഇന്ന് എനിക്കൊരു നോവൽ അയച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതോടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതിൽ ഇവർ 3 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ ഇതിന് മുന്നേ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചേച്ചിന് ഇത്ര നാൾ കൊണ്ടുള്ള പരിചയമുള്ളൂ, എനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ഇത് വന്ന സമയത്ത് ഞങ്ങൾ തമ്മിലിപ്പോൾ കോൺടാക്റ്റ് ഇല്ല എന്നുള്ള രീതിക്ക് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ് എന്താ അവർ കേക്ക് മേടിച്ചു വെച്ചോ, അവർ ഇത് മേടിച്ചു വെച്ചോ, പിന്നെ എന്തിനാണ് നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നത്, അത് ഇതാക്കിയെന്ന് പറയുന്നത്, നിങ്ങളുടെ ദേഷ്യവും അഹങ്കാരവും വാശിയും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല. പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ 1 വർഷത്തോളമായിട്ട് മാന്യവും മര്യാദയ്ക്കാണ് എൻ്റെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ വഴികളുണ്ട് കാശുണ്ടാക്കാനായിട്ട്. ആ വഴിക്കൊന്നും ഞാൻ പോവാണ്ട് നല്ല രീതിക്കാണ് എൻ്റെ കുട്ടീനെ ഞാൻ നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ കൂട്ടുകാരി എന്ന് പറയുന്ന ആ വ്യക്തി ജീവിച്ച പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ നിങ്ങളുടെ അടുത്ത് പറയുന്ന യാതൊരു വക നിർബന്ധമില്ല. നിങ്ങളുടെ ഈ പെൺകുട്ടീനെ എനിക്കിവരുടെ പേരറിയില്ല, അല്ലെങ്കിൽ പേരും കൂടി ഞാൻ പറഞ്ഞുതരും. എൻ്റെ ഈ പറയുന്ന ചേച്ചിയുടെ ഇൻസ്റ്റാ പ്രൊഫൈലും കാണാൻ, അല്ലെങ്കിൽ പ്രൊഫൈലും ഞാൻ വെച്ചേനെ. ഈ പറയുന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല. ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കാര്യത്തിലാണ് എന്നെ പറ്റി, എൻ്റെ ലൈഫിനെ പറ്റി പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പറ്റി എന്താ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യം എന്താണ്? അതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്നെ കോള് ബ്ലോക്ക് ചെയ്തു, വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന സമയത്ത് വേറൊരാൾക്കാർ കാണുമ്പോൾ പൊട്ടാന്ന് പറയുന്ന ഒരാൾ എൻ്റെ കൂടെ വേണ്ട. ഇതിനെനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാനൊരു സമാധാനം എന്നൊരു സാധനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. പുറത്തോട് പോകുന്ന കുറേ ആൾക്കാരെ തലയിൽ വലിച്ചു കയറ്റിയിട്ട് എനിക്കത് സമാധാനം കളയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലേഡി അതെനിക്കറിയാം, പറഞ്ഞ പോലെ പേരും പ്രൊഫൈലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുകയാണെ എൻ്റെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു കൊച്ചിനും കൊണ്ട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. എനിക്ക് വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂട്ടുകാർ ജീവിച്ച പോലെ, ഞാൻ പിന്നെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാർ ജീവിച്ച പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, മനസ്സിലായ? ഒരാളെ പറ്റി അറിയാണ്ട് ഇങ്ങനെ മെൻ്റൽ ഹരാസ് ചെയ്യരുത്. ഞാൻ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞാൻ കാണുന്നത് ഈ നോവൽ വായിച്ച സമയത്ത് ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് എനിക്ക് മെസ്സേജ് ഇട്ടേക്കണേ, എന്തറിഞ്ഞിട്ടാണ് ഈ മെസ്സേജ് ഇട്ടേക്കണേ? നമ്മളൊരു തരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, എന്തായാലും പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര
ബുദ്ധിമുട്ടുണ്ടാക്കിയ മെസ്സേജ് കണ്ട സമയത്ത് നമ്മളെ എനിക്ക് അറിഞ്ഞൂടെ ഇവർക്കൊക്കെ എങ്ങനെ ഇത് മെസ്സേജ് അയക്കാൻ കാര്യങ്ങൾക്കൊക്കെ പറ്റണമെന്നുള്ളത്. ഒരു സൈഡ് മാത്രം അറിഞ്ഞിട്ട് മറ്റേ സൈഡ് അറിയാണ്ട് ഞാൻ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതാക്കി കൊണ്ട് നടന്നൊരു സംഭവമാണ്. ആ ഒരു സാധനത്തിനെ നശിപ്പിച്ച ആൾക്കാരാണ് ഈ പറയുന്ന ഈ ചേച്ചി ആൾക്കാരും. എന്നിട്ട് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മളെ നീ നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലത്, നീ അതാക്കി കഴിഞ്ഞാൽ നിനക്ക് നല്ലത്. സുഹൃത്തെ, ഞാൻ നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത്, നിങ്ങൾ നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് 3 വർഷമായിട്ടുള്ള പരിചയം എന്ന് പറയേണ്ട ആ പെണ്ണായിട്ട് ആ പെണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് നിങ്ങൾ 3 വർഷമായിട്ട് കോൺടാക്റ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇനി കൂടുതലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനും എന്നെ ഹെരാസ് ചെയ്യാനും നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്യും. എനിക്ക് വേറെ നിവർത്തിയില്ല. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്നില്ല. ഞാൻ ഞങ്ങളുടെ ലോകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അല്ലാണ്ട് ഈ പറയുന്ന ഒരാളുടെ ഒന്നും മേടിക്കാനായിട്ട് വരുന്നില്ല. എന്നെ പറഞ്ഞ സമയത്ത് നീ നന്നായി ജീവിക്കണം കണ്ടാൽ മതി, നീ അത് ജീവിക്കണം കണ്ടാൽ മതി എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ നന്നായാണ് ജീവിക്കുന്നത്, കാശുണ്ടാക്കാൻ ഏത് വഴിക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഷെൽട്ടർ ഹോമിലും അല്ലെങ്കിൽ ഇതുപോലെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. നമ്മൾ ആരുടെ ലൈഫിലേക്കും വരുന്നില്ല. ദൈവത്തോർത്ത് ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ലൈഫായിട്ട് പോകാം. ഞങ്ങളെപ്പോലുള്ളവർ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യണത്? ഭയങ്കര കഷ്ടമാണ്. നമ്മളിങ്ങനെ മെൻ്റലി ഒരു കരക്കിങ്ങനെ എത്തി വരുന്ന സമയത്ത്, മെൻ്റലി സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് എന്താ ചേച്ചി മെസ്സേജിന് റിപ്ലൈ തരാത്ത, ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്, മെയിൽ അയക്കുന്നുണ്ടെന്നൊക്കെ. ഇതുകൊണ്ടാണ് ആർക്കും റിപ്ലൈ കൊടുക്കാത്തത്. എല്ലാവരും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ അവസരങ്ങളെ മുതലാക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന കുറേ പേര് നമ്മുടെ ചുറ്റിലുണ്ട്. എനിക്ക് ഇതിനു മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു വട്ടം ഇങ്ങനെ മെസ്സേജ് വന്നിരുന്നു, ചോദിച്ചു ഞാൻ സെയിം അവസ്ഥയിൽ പോണ ഒരാളാണ്. എന്നിട്ട് വന്നപ്പോൾ പറയാണ് എന്താ ഹസ്ബൻഡിനൊരു അവിഹിതം ഉണ്ടായിരുന്നു, എനിക്കൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഞാനായിട്ട് കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പെണ്ണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞത്, എനിക്കറിയാം ഒരു കൊച്ചിനെ വളർത്തുന്ന അവസ്ഥ എനിക്കറിയാം, ഞാനൊരു മോളെ വളർത്തിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നത്. ഏതൊരു പെണ്ണെന്നല്ല, സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഏതൊരു പെണ്ണിനും പറയാനായിട്ട് ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടാകും. പക്ഷെ അവർക്ക് വേണ്ടത് കാശാണ്. ആ കാശിന് വേണ്ടിയിട്ടാണല്ലോ അവർ ഈ പണിക്ക് പോണത്. അങ്ങനെയുള്ള ആൾക്കാർ ഞാനായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് വരരുത്. നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. എറണാകുളം പോലെ ഒരു സിറ്റിയിൽ വരുന്ന സമയത്ത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളും എനിക്ക് എടുക്കണം. ഞാൻ പിന്നെ പറയണേ, എന്നെ പേഴ്സണൽ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാനൊരു ലിമിറ്റിനപ്പുറത്തേക്ക് ഉടായ്പും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഞാൻ ഒരു ഫ്രണ്ട് സർക്കിളായിട്ട് ഞാൻ കൂട്ടാറില്ല. അവരായിട്ട് ഞാൻ കോണ്ടാക്റ്റും വയ്ക്കാറില്ല. മുഖത്ത് നോക്കി അടിച്ച പോലെ ഞാൻ കാര്യം പറയും, നിങ്ങളുടെ സ്വഭാവം ഇതാണ്, എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഞാൻ ആ സംഭവം കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ പറയുന്ന കുറേ ആൾക്കാർ നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യുന്നത്. ഞാൻ പറയണേ, ഇവരുടെ ഒരു സഹായം ചോദിച്ച് ഞാൻ ചെല്ലുന്നില്ല, ഇവരുടെ ഒരു ഉപദ്രവത്തിന് ഞാൻ ചെല്ലുന്നില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ പറയണേ, ഞാൻ എന്താ പറയുക, ലോക്കിക്ക് ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി നമ്പർ തന്നിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ പറയണേ, എൻ്റെ കോണ്ടാക്ട് നമ്പർ ദയവ് ചെയ്ത് ആർക്കും കൊടുക്കരുത്. റിക്വസ്റ്റാണ്, ആർക്കും കൊടുക്കരുത്. എനിക്ക് വയ്യ അനാവശ്യമായ കാര്യങ്ങൾ എൻ്റെ അടുത്ത് തലയിൽ വെക്കാനായിട്ട്. ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണൊരുത്തിയാണ് എനിക്ക് ഇങ്ങനെ കിടന്ന് മെസ്സേജ് അയക്കുന്നത്. എന്താവശ്യം? എന്തിൻ്റെ ബേസിലാണ്? എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഒന്നറിയാണ്ടാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് നല്ല രീതിക്കും ജീവിക്കാം, പൊട്ട രീതിക്കും ജീവിക്കാം. അത് ഓരോരുത്തരുടെ തികച്ചും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. എനിക്ക് നല്ല രീതിക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നല്ല വഴിക്ക് പോകുന്നത്. അല്ലാണ്ട് ബാക്കിയുള്ളവരെ പോലെ പൊട്ട വഴി തിരഞ്ഞെടുത്ത് പെട്ടെന്ന് കാശുണ്ടാക്കി രക്ഷപ്പെടാൻ പാകത്തിന് എനിക്കൊരു ധൃതിയുമില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ ജീവിച്ചോളാം. നിങ്ങളൊന്ന് മനസ്സിലാക്കാം, നമ്മൾ ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്താ പറയുക, ചില്ലറ കാര്യമല്ല. നമ്മളെ ഇപ്പോൾ ഷെൽട്ടറിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴും ഞാൻ റെഫറൻസ് ഇല്ലാണ്ട് അവിടേക്ക് തരില്ല എന്ന് പറയുമ്പോഴും, ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്താ പറയുക,
നമ്മളെ മെന്റലി ഹരാസ് ചെയ്യുന്ന രീതിക്കുള്ള സംസാരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഷെൽട്ടറിൽ നിൽക്കുന്ന സമയത്ത് വരെ ഞാൻ കൗൺസിലിംഗ് എടുത്തിട്ടുണ്ട്. കാരണം അവിടുത്തെ ഓരോരുത്തരുടെ സംസാരം പെരുമാറ്റം കാരണം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് വരെ ഞാൻ കൗൺസിലിംഗ് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല, മനസ്സിലായോ? ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മൾ പുറത്ത് കാണുമ്പോൾ അവള് ഇത്ര ഗട്ട്സോട് കൂടി നിൽക്കുന്നുണ്ട്, ഇത്ര സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്, അവൾ ഒറ്റയ്ക്ക് തൻ്റെടത്തോട് കൂടി ജീവിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റിലുണ്ടെന്ന് അറിയോ? ഷട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഞാൻ എറണാകുളം വരുന്ന സമയത്ത് എനിക്കറിയാം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഇവിടുത്തെ ആൾക്കാർ എന്താണ്. അല്ലെങ്കിൽ എല്ലാവരും അല്ല പറയുന്നത്, നമുക്ക് പൊട്ട വഴിക്ക് പോകാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ടേക്ക് വരും. അത് വേണ്ട എന്ന് വെക്കുന്നതും തട്ടിക്കളയുന്നതും നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ്. അല്ലാണ്ട് ആ ഒരു ഇത് അങ്ങനെയാണ്, ഈ ഒരു ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞ് അതിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കൂടെ നടക്കുന്ന ഒരാള് മറ്റൊരാൾ കാണിച്ച സമയത്ത് ഇവിടെ അവൻ്റെ കൂടെ നടക്കണം, അത് ഇവളും പോക്കാന്നൊരു സംസാരം കിട്ടിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരാളുടെ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ചീത്തപ്പേര് മേടിച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായോ? പിന്നെ ഈ മെസ്സേജ് അയച്ച പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ആ ഫ്രണ്ടിന്റെ ഹിസ്റ്ററി പറഞ്ഞോന്നല്ല, ആ പെണ്ണിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇന്നതാണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്കൊരു ചീത്തപ്പേര് വരണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് ആ പെണ്ണിനെ ആകെ 1-2 ആഴ്ചത്തെ പരിചയമുള്ളൂ. നിങ്ങൾക്ക് 3 വർഷമായിട്ടുള്ള പരിചയമില്ലേ? ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മെക്കെട്ട് കയറാൻ വരേണ്ട യാതൊരു വക ആവശ്യമില്ല. നിങ്ങളെ പോലുള്ളവർ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വരരുത്. എനിക്ക് അതിന് ഒരു താല്പര്യമില്ല. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ കൂടി തലവേദന എടുത്ത് വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെയും പറയണ, ഞാൻ ഒരുപാട് പേര് എന്നോട് അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാത്തതിൻ്റെ റീസൺ ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ലോക്കിക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഡ്രസ്സ് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഓവറായിട്ട് കിട്ടുന്നത്? ഒരെണ്ണം കിട്ടിയാൽ മതി എന്നുള്ളിടത്ത് ഒരുപാട് സാധനങ്ങൾ അവന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഞാൻ പിന്നെയും സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അഡ്രസ്സ് കൊടുക്കാത്തത്. അവനോടുള്ള സ്നേഹം കൊണ്ടാണ്, അവനൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യത്തിനുള്ളതേ നമുക്ക് വേണ്ടൂ, അതിന് കൂടുതലായിട്ടുള്ളത് നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അല്ലാണ്ട് എല്ലാവരെയും മേടിച്ച് വെക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. നമുക്കുണ്ട് ഒരു മനസ്സാക്ഷി, നമുക്കുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കണേന്നൊരു മെന്റാലിറ്റി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു പ്രശ്നത്തിന് പോകാത്ത ആൾക്കാരാണ് നമ്മുടെ ഇങ്ങോട്ട് കയറിയോന്ന് നമ്മൾ ചൊറിയാൻ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളായിട്ട് യാതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ല. ദൈവത്തോർത്ത് നമ്മളെ മെൻ്റലി ഹരാസ് ചെയ്യാൻ വരരുത്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പോലെ തോന്നിയ വഴിക്ക് ജീവിച്ച് കാശുണ്ടാക്കിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വളരെ നല്ല രീതിക്കാണ് ജീവിക്കുന്നത്. എനിക്കതിനെ പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പം ആരൊക്കെ എന്തൊക്കെ അപ്രോച്ച് ചെയ്യാൻ വന്നാലും എനിക്കൊരു സ്റ്റാൻഡുണ്ട്. എന്താണ് എൻ്റെ ലൈഫ്, എനിക്ക് മുന്നോട്ട് എന്താണ് പോകേണ്ടത് എന്നുള്ള സ്റ്റാൻഡ് എനിക്ക് നല്ല പോലെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു ദിവസം അങ്ങനെ കയ്യിൽ നിന്ന് പോകും, മനസ്സിലായോ? ഒരാൾക്ക് സഹിക്കണേനും അല്ലെങ്കിൽ താങ്ങാവുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഞാൻ റോബോട്ട് മനുഷ്യനൊന്നല്ല. നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അനാവശ്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്തെല്ലാം ഞാനും തളർന്നു പോവും, എനിക്കും വിഷമം വരും, ഞാനും കരയും. അതൊക്കെ ഞാൻ ചെയ്യും, കാരണം ഞാനൊരു മനുഷ്യനാണ്. അല്ലാണ്ട് എല്ലാവരും കരുതുന്ന പോലെ ഞാൻ ഉരുക്കൊണ്ടുണ്ടാക്കിയ ആളൊന്നല്ല, മനസ്സിലായോ? ദൈവത്തോർത്ത് നമ്മളെ സഹായിച്ച് നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് വരരുത്. നമ്മൾ ഒരു നിലയ്ക്കാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇതുപോലെയുള്ള മെസ്സേജസോ അല്ലെങ്കിൽ കോൾസും കാര്യങ്ങളായിട്ട് ദൈവത്തോർത്ത് വരരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. ആ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.